ഹായ് ഓൾ. അപ്പം അതാ വീണ്ടും മാങ്ങ പറയുമ്പോൾ എനിക്കെന്നെ ചിരി വരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ തുറന്ന് വെറും മാങ്ങയാടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചക്കര മാങ്ങ. ഞാനൊരു വേറൊരു ചക്കര മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പച്ച മാങ്ങ ചെറിയ മാങ്ങ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പഴുത്ത മാങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ ഈ മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നാടൻ മാങ്ങ നാട്ടുമാങ്ങ എന്നൊക്കെ പറയില്ല, അതല്ല കേട്ടോ. അതിൻ്റെ ഒരു ഇതിൽപ്പെട്ട വേറൊരു മാങ്ങയാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് അതിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് നമ്മൾ അത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് മൺചട്ടിയല്ലേ ചിലപ്പോൾ അടി പിടിക്കാൻ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ അങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു ചട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ആ വെള്ളം കുറച്ച് നല്ലോണം അങ്ങോട്ട് വറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ശർക്കര 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ടതിനെ അത് പാനിയാക്കി വെച്ചിരുന്നു. അത് അരിച്ച് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. വീണ്ടും മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ. നല്ലോണം വെന്ത് അതൊന്ന് കുറുകിക്കോട്ടെ. നമ്മളിപ്പോൾ അത് പാനി കുറച്ച് വെള്ളം ലൂസ് ടൈപ്പിലല്ലോ ഒഴിക്കണേ. അപ്പോൾ അത് കത്തിയിട്ട് നല്ലോണം വറ്റി വന്നോട്ടെ കേട്ടോ. പേഴ്സണലി ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചക്കര മാങ്ങ എന്നും പറഞ്ഞിട്ട് ചെഞ്ചി മാങ്ങ വെച്ചിട്ട് എനിക്ക് അതാട്ടോ ഒന്നുകൂടി ഇഷ്ടമായത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാടൻ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയിരുന്നു. ഈ ഒരു മാങ്ങ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതപ്പോൾ നല്ലോണം കുറുകി വന്നതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവും പുളിയും മധുരം ഒക്കെ കൂടെ വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നമ്മൾ അടുപ്പത്ത് അതിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്താണ് ഇതിൻ്റെ പരുവെന്നുള്ളത്. അപ്പോൾ അത് നല്ലോണം കുറുകിയതിന് ശേഷം കുറച്ച് നെയ്യ് വളരെ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ചൂടാറിയ ശേഷം ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുക. അടിപൊളി. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ.